ദേശീയ ഹരിത ട്രൈബ്യൂണൽ പച്ചക്കൊടി വീശിയതോടെ നിലവിലുണ്ടായിരുന്നതിന്റെ രണ്ടിരട്ടി വേഗതയിലാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പുലിമുട്ട് നിർമ്മാണത്തിനു വേണ്ടി കടലിൽ കല്ലിടലാണ് പ്രധാനമായും നടക്കുന്നത്. കരിമ്പള്ളിക്കര ഭാഗത്തു നിന്ന് ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണത്തിനായി രാത്രിയും പകലും ഇടതടവില്ലാതെ ലോറിയിൽ കല്ലുകൾ എത്തുന്നുണ്ട്. കാട്ടാക്കട സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന ജോലികളും തുടങ്ങിക്കഴിഞ്ഞു. തീരദേശ റോഡ് നിർമ്മാണം പൂർത്തിയായി. തുറമുഖത്ത് നിന്ന് മടവൂർപ്പാറ വഴി ബാലരാമപുരത്തേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നൽകുമെന്നാണ് കരുതുന്നത്. കരാർ പ്രകാരം 1469 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണം. എന്നാൽ 1000 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നായിരുന്നു ഗൗതം അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ തുറമുഖം നാടിന് സമർപ്പിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് അദാനി പോർട്ട് അധികൃതർ. സംസ്ഥാന സർക്കാരും സമാന പ്രതീക്ഷയിലാണ്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വാണിജ്യ വ്യാവസായിക സാമ്പത്തിക പുരോഗതിയുടെ ഒരു നിർണായകമായ ഘടകമായ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം വീണ്ടും ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എസ് അനോഷിനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.